കെട്ടാനിരുന്ന പെണ്ണ് ഒളിച്ചോടി. കല്യാണം വിളിക്കാൻ എണ്ണയൊടിച്ചോടിയ കാശും ക്ഷണക്കത്തിൽ തീയതി വെച്ച് ചിത്രം വരച്ച കാശും പോയി കിട്ടി. എന്തൊക്കെ മാറ്റായിരുന്നു! വീട് പെയിന്റിങ് നടത്തുന്നു, മുറ്റം കല്ല് പാകുന്നു, മതില് ചന്തം കൂട്ടുന്നു, ഗേറ്റ് ഡിസൈൻ ആക്കുന്നു. കാട്ടിക്കൂട്ടിയതിന് കൈയും കണക്കില്ല. അവൾ ഒളിച്ചോടി എന്നറിഞ്ഞപ്പോഴല്ല തല ചുറ്റിയത്. കയ്യിലുള്ള കാശ് പോയ വഴി ആലോചിച്ച തല മൊത്തം മിന്നിയത്. വീട്ടിലെപ്പോഴും സംസാരം കല്യാണത്തിന് മുന്നേ അവൾ പോയത് നന്നായി, ഇല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഭാവി അവൾ തകർത്തേനെ എന്നും പറഞ്ഞ അമ്മ ഒരു ഭാഗത്ത്. എന്നാലും എൻ്റെ മോനീ ഗതി വന്നല്ലോ എന്നോർത്ത് എൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കുന്ന എൻ്റെ അച്ഛൻ. കല്യാണത്തിനിടാൻ വാങ്ങിയ സാരി ഉടുക്കാനായില്ലല്ലോ എന്ന ദുഃഖത്തിലിരിക്കുന്ന മൂത്ത പെങ്ങള്. പ്രണയിച്ചവർ ഒന്നാകട്ടെ എന്ന സിദ്ധാന്തം ഏറ്റുപിടിച്ച് എന്നെ സമാധാനിപ്പിക്കുന്ന ഇളയവള്. സകല ഫീലിങ്ങും ഉറങ്ങി തീർക്കുന്ന എൻ്റെ അളിയൻ. ആ സമയത്താണ് വിദേശത്ത് കിടക്കുന്ന ഏട്ടൻ ഫോണിലേക്ക് വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഓയോള് പോയി, കല്യാണത്തിന് 2 ദിവസം കൂടി ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം നടത്താൻ നോക്ക്. ഈ ഏട്ടനത് എന്താ പറയണേ? ഇവിടെ ഒന്ന് ശരിയാവാൻ തന്നെ മാസങ്ങളെടുത്തു. ഈ 2 ദിവസം കൊണ്ട് എങ്ങനെ നടക്കാനാണ് ഇതൊക്കെ? ആകെ കൂടി ആലോചിച്ച് അങ്ങനെ ഇരുന്നു. വീടിന് മുന്നിലൂടെ നടന്നു പോകുന്ന അറിയാവുന്ന പലരും എന്നെ ഒരു അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കണ്ടപാടെ മനസ്സിലായി ശവത്തിൽ കുത്തുകയാണെന്ന്. വീടിനകത്തേക്ക് കയറി റൂമിലേക്ക് നടന്നു. കൂട്ടുകാർ പലരും അന്നേരം ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. അതൊന്നും എടുക്കാതെ ഞാൻ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു. നേരം മൂത്ത പെങ്ങൾ വന്ന് പറഞ്ഞു, ഞാനന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടിയുണ്ടെന്ന്? ഉവ് പറഞ്ഞിരുന്നു, അതിനിപ്പോ എന്താ? പിന്നെയും അവള് പറഞ്ഞു, ആ കുട്ടി കാണാൻ സുന്ദരിയാടാ, പക്ഷേ ഒരു അപകടത്തിൽ ആ കുട്ടിയുടെ കാലൊന്ന് പൊട്ടി. ഇപ്പൊ നടക്കുമ്പോ ഒരു പ്രയാസമുണ്ട്, എന്നാലും കാണുമ്പോ അങ്ങനെ അറിയില്ലടാ. ഇതിനിടയ്ക്ക് കയറി ഞാൻ പറഞ്ഞു, നിർത്ത്, നീ പറഞ്ഞു വരുന്നത് ആ കുട്ടി എനിക്കായി നോക്കട്ടെ എന്നല്ലേ? ആ അത് തന്നെ. അപ്പൊ നോക്കട്ടെ, നീ ഒന്ന് പോയേ, അവിടെ നിന്റെ കെട്ടിയോനില്ലേ, പോയി കെട്ടിച്ചു കൊടുക്കവന്. ഇത് കേട്ടതും അവൾ പുറത്തേക്ക് ഓടി. അവൾ പോയ ശേഷം വീണ്ടും ഞാൻ ആലോചിച്ചു, ആ കുട്ടിയെ ചെന്ന് കണ്ടാലോ എന്ന്. ഏറെ നേരത്തെ ചിന്തകൾ അവസാനിപ്പിച്ചുകൊണ്ട് പെങ്ങളെ വിളിച്ചു. ആ കുട്ടിയുടെ വീട് അറിയാമോ? വാ വണ്ടിയിൽ കയറ്. വണ്ടിയിൽ കയറിയപ്പോ ഞാൻ പെങ്ങളോട് ചോദിച്ചു, നിന്നെ അവരറിയോ? അവരറിയും, ഏട്ടന്റെ കുടുംബത്തിലുള്ളവരാ. നീ നേരെ നോക്കി വണ്ടി ഓടിക്കട ഇറക്ക എന്നും പറഞ്ഞ് അവൾ എന്നെ ഡ്രൈവറാക്കി. അവളുടെ വീട്ടിലെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് കയറി ചെന്നു. അവിടെ അച്ഛൻ പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുത്തി. പെങ്ങളകത്തേക്ക് പോയി അവിടെ അമ്മയോട് കാര്യം പറഞ്ഞു. അവിടെ അമ്മ പുറത്തേക്ക് വന്നു, ഒരു ചിരിയോടെ എന്നെ നോക്കി പിന്നെ അകത്തേക്ക് പോയി. പിന്നെയാണ് അവളുടെ അമ്മ അവളെ പുറത്തേക്ക് പറഞ്ഞു വിട്ടത്. അവൾ പതിയെ നടന്നു വരുന്നത് ഞാൻ നോക്കി. ആ മുഖം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. മുഖം താഴ്ത്തി അവൾ എത്തി. പിറകെ അവളുടെ അമ്മ ചായ കൊണ്ടുവന്ന് വെച്ചു. ആ ചായ എടുത്തവൾ എനിക്ക് നേരെ നീട്ടി. അവൾ എന്നെ മുഖമുയർത്തി നോക്കി. ആ ഒരു നോട്ടത്തിൽ എൻ്റെ മനസ്സ് നിറഞ്ഞു. ചോദിക്കാൻ ഏറെ ഉണ്ടെങ്കിലും ഒന്നും അധികം ചോദിച്ചില്ല. ചോദിച്ചത് ഒന്നു മാത്രം, എൻ്റെ കൂടെ ജീവിക്കാൻ പോരുന്നോ? അവൾ പുഞ്ചിരി കൊണ്ട് സമ്മതം അറിയിച്ചു. പിന്നീട് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കാൻ ദൈവം അനുഗ്രഹിച്ചു. താലിക്കെട്ട് കഴിഞ്ഞ് അവളുടെ കൈ എൻ്റെ വലം കൈയിലേക്ക് അവളുടെ അച്ഛൻ വെച്ച് തന്നപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും മന്ത്രിച്ചുകൊണ്ടിരുന്നു. എല്ലാം തികഞ്ഞ ഒരുവള കിട്ടുന്നതല്ല, എൻ്റെ കൂടെ ജീവിക്കാൻ മനസ്സുള്ള ഒരുവള കിട്ടുന്നത് ആ പുണ്യമെന്ന്. വികലമായ മനസ്സുള്ളവളേക്കാൾ വിശാലമായ മനസ്സുള്ള പെണ്ണ്. അവളുടെ കുറവുകൾ എന്നെ നിരാശപ്പെടുത്താറില്ല. കാരണം ആ കുറവുകളാണ് എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചത്. അവിടെ കൈ മുറുകെ പിടിച്ച് ജീവിതത്തിലേക്ക് ചേർത്തപ്പോൾ ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇതാണ് എൻ്റെ പെണ്ണ്. AKCLയുടെ ഈ രചനയ്ക്ക് ശബ്ദം നൽകിയത് അൻഷാദ് അലി.